നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് അക്യുപിആർ അജ്മലാണ്. എന്താണ് അജ്മൽ വിശേഷങ്ങളൊക്കെ? സുഖായിരിക്കുന്നു. എന്താണ് അഞ്ജുവിന്റെ വിശേഷങ്ങൾ? എനിക്ക് നല്ല വിശേഷങ്ങളാണ്, സുഖം. ഇപ്പൊ നമ്മുടെ സമൂഹത്തെ ഭീതിയിലാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന നിപ്പ വൈറസിനെ കുറിച്ചുള്ളൊരു ഒരു ചർച്ചയാവാം എന്നോർത്തിട്ടാണ്. അതെ, മൊത്തത്തില് എല്ലാവരും നല്ല ഭീതിയിലാണ്. അതെ അതെ, എല്ലാവരും മെസ്സേജുകളാണെങ്കിലും സ്കൂൾ ഗ്രൂപ്പുകളാണെങ്കിലൊക്കെ തന്നെ എല്ലാവരും മാസ്ക് ധരിച്ചു അതെ എന്നൊരു ഇതിലാണ്. എല്ലായിടത്തും ന്യൂസ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഒരു ഭീതിയിലാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. കൊറോണയുടെ സമയത്തുണ്ടായിരുന്ന അതേ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തോന്നി. എനിക്ക് ഈ വൈറസുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പനീനെയോ ജലദോഷത്തിനെ പേടിക്കേണ്ടതായിട്ടുണ്ടോ എന്നുള്ളത്, അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? ശരിക്ക് ഇത് ഒരു രോഗഭയം ആൾക്കാരിലേക്ക് കടത്തി വിടുന്നതായിട്ട് തോന്നിയോ? എനിക്ക് തോന്നി. ഒരു വെപ്പണായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു മറയായിട്ട് യൂസ് ചെയ്യുന്നതായിട്ട് തോന്നിയോ? ഇതെല്ലാവർക്കും തോന്നൂല. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതിനെക്കുറിച്ച് കാര്യമായിട്ട് അന്വേഷിക്കാനും പിന്നെ അതിനെന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കുക എന്നുള്ള രൂപത്തിലുള്ള ചിന്തകളായിരിക്കും ആളുകൾക്ക് കൂടെ. അവർക്ക് അത് തന്നെയാണ് ആവശ്യവും. പക്ഷെ യഥാർത്ഥത്തിൽ ഇവിടെ പല കാര്യങ്ങളും മറച്ചു പിടിക്കാനും ആളുകളിലേക്ക് ഈ ഒരു ഭയം യൂസ് ചെയ്തുകൊണ്ട് പല കച്ചവടങ്ങൾ നടത്താനൊക്കെയാണ് ഇത് ശരിക്കും ഉപയോഗിക്കുന്നത്. ഇത് കൃത്യമായി കൊറോണ കാലത്ത് തിരിച്ചറിവ് കിട്ടിയ ആളുകൾക്ക് ഇത് മനസ്സിലാവും. കാരണം കൊറോണയുടെ ഒക്കെ ആദ്യ സമയത്ത് 200 250 പോസിറ്റീവ് ഒക്കെ ഉള്ള സമയത്ത് വളരെ പേടിയോടുകൂടിയാണ് ആൾക്കാരെ ഇങ്ങനെ കണ്ടത്, അല്ലെ? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനും ആളുകളായിട്ട് സംസാരിക്കാനൊക്കെ വല്ലാത്തൊരു ഭയം ആളുകളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അതെ, എന്നാൽ ഇതൊരു 5000 10,000 30,000 ഒക്കെ പോസിറ്റീവ് ആയപ്പോ ആളുകള് ഒത്തുകൂടാൻ തുടങ്ങി. 1000 2000 ആളുകളുള്ള കല്യാണങ്ങൾ വരെ നടന്നില്ലേ? പക്ഷെ 250 പോസിറ്റീവ് ഉള്ള സമയത്ത് 20 ആള് പോലും ഒരുമിച്ച് കൂടിയിരുന്നില്ല. എല്ലാ ഫംഗ്ഷനും അങ്ങനെ ലിമിറ്റഡ് ആക്കിയായിരുന്നു. അതെ, ഇപ്പൊ നമുക്ക് കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ 1 ലക്ഷം 2 ലക്ഷം ഒക്കെ പോസിറ്റീവ് കാണാൻ സാധിക്കും. പക്ഷെ ആളുകൾ എന്ത് ചെയ്ത്, ആളുകൾക്ക് തിരിച്ചറിവ് കിട്ടി. അതുകൊണ്ട് ആ ഹൈപ്പ് ഒക്കെ പോയി. ഇപ്പൊ നിപ്പയിലാണ്. കാരണം അതിന്റെ റൂട്ട് മാപ്പ് എടുത്തോണ്ടിരിക്കുന്ന ഒരു സമയമാണ്. വവ്വാല് എന്ത് കടിച്ചു, അല്ലെങ്കിൽ ആ ഫ്രൂട്ട്സ് കഴിക്കാവോ, കഴിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം സൈഡ് എഫക്റ്റുകളുടെ ആക്ച്വലി അതിലൊക്കെ ഒരു വലിയ വാസ്തവം ഉണ്ടോ? അങ്ങനെ ഫ്രൂട്ട്സ് ഈ വവ്വാൽ എന്ന് പറയുന്ന സംഭവം എല്ലായ്പ്പോഴും ഉള്ളതാണല്ലോ, ഒരു സീസൺ അനുസരിച്ചാണോ ഇത് വരുന്നത്? അല്ലല്ലോ, ഫ്രൂട്ട്സും അങ്ങനെയല്ല. അതെ, നമ്മളെക്കാൾ കൂടുതൽ പഴങ്ങളൊക്കെ കഴിച്ചിരുന്ന ആൾക്കാരാണ് നമ്മുടെ പൂർവികർ, അല്ലെ? നമ്മുടെ അമ്മൂമ്മമാരും വല്യമ്മമാരൊക്കെ തന്നെ, അല്ലെ? വീട്ടിൽ വരുന്ന ഫ്രൂട്ട്സ് ഉണ്ടാവും, അതില് ആ മരത്തില് വവ്വാലെല്ലാം ഉണ്ടാവും. അത് തന്നെ പലപ്പോഴും വവ്വാല് കൊത്തിയതൊക്കെ നിലത്ത് വീണിട്ട് ആ ഭാഗം മാത്രം ചെത്തിക്കളഞ്ഞ് കഴിക്കുന്ന ശീലമൊക്കെ പണ്ട് നമ്മളുടെ ചെറുപ്പകാലത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അന്നാർക്കും ഒരു കുഴപ്പമില്ല. ഇവിടെ അറിവ് കൂടിപ്പോയതാണ്, തെറ്റായ അറിവ് കൂടിപ്പോയതാണ് പ്രശ്നം. നമ്മുടെ പണ്ടുള്ള വല്യമ്മമാർക്ക് അമ്മൂമാർക്കൊക്കെ എഞ്ചിനീയറിംഗ്, ഡോക്ടറേറ്റ് ആ രൂപത്തിലുള്ള അറിവൊന്നുമില്ല. പക്ഷെ ശരീരത്തെ കുറിച്ച്, പ്രകൃതിയെ കുറിച്ച് കൃത്യമായ അറിവ് അവർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അവരോട് ചോദിച്ചാൽ കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ശരിയാ. അഞ്ജന എന്താ തോന്നുന്നത്? എനിക്കും അത് തന്നെ തോന്നിയത്. നമ്മൾക്കിപ്പം ഒരു പനീനെ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. പനിയോ എന്ത് വലിയ പ്രശ്നങ്ങളായാലും നമ്മൾ വ്യക്തമായ ഒരു ധാരണ നമുക്കുണ്ട്. ഇത് എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരം ഈ ലക്ഷണങ്ങൾ കാണിക്കുന്നതെന്നും ഈ പനിക്കുന്നത് എന്തുകൊണ്ടാണെന്നും നമുക്ക് വ്യക്തതയുണ്ട്. അതുപോലെ ആളുകളിലേക്ക് ഒരു അവയർനെസ് കൊണ്ടുവരികയാണെങ്കിൽ വളരെ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നി. ഈ ടോപ്പിക് നമ്മൾ സംസാരിക്കുമ്പോൾ എന്റെ ഒരു ഉദ്ദേശം അതാണ്. അതായത് ആളുകൾ ഒരു പനിയെ ഭയത്തോടെ, നമ്മളിത് ഇപ്പോൾ ഞാൻ മരിച്ചു പോവാണോ എന്നൊരു ഭയത്തിലാണ് പനിയെ കാണുന്നത്. അപ്പൊ ആ പനിയുടെ ടെമ്പറേച്ചർ അനുസരിച്ച് നമ്മളുടെ ഭീതിയും കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പനി വരുമ്പോൾ ഇതുപോലെയുള്ള പനികളും ജലദോഷങ്ങളും കാലങ്ങൾക്ക് മുമ്പും ഉണ്ടായിരുന്നു. 10-70 വർഷങ്ങൾക്ക് മുമ്പും ഉണ്ടായിരുന്നു. അന്ന് അവരെങ്ങനെ ഹാൻഡിൽ ചെയ്തിരുന്നു എന്ന് ആണ് നമ്മൾ നോക്കേണ്ടത്. ആളുകൾക്ക് ടെൻഷൻ ഇല്ല, പേടിയില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളുടെ ജീവിതത്തിൽ നല്ല ടെൻഷൻ അനുഭവിച്ച ഒരു സമയം, ആ സമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ഇല്ല, ദഹനം നടക്കൂല. ഇതേപോലെ എല്ലാ ഭാഗത്തും ഇതുപോലെ തന്നെ ഇപ്പൊ വന്ന ആൾക്കാർ മരിക്കുന്നു, അല്ലെങ്കിൽ കൊറോണ വന്ന ആൾക്കാർ മരിക്കുന്നു, ടിവിയിൽ ഇത് നിരന്തരം കാണിക്കുന്നു, പത്രത്തിൽ കാണുന്നു, ചുറ്റും ഒരു ഭീതിയാണ്. ഈ സമയത്ത് എല്ലാ ആളുകളുടെ ഉള്ളിലും പേടിയുണ്ടാവും, അല്ലേ? ഈ പേടിയുള്ളതുകൊണ്ട് തന്നെ ടെൻഷനുള്ള അവസ്ഥ പോലെ തന്നെ ഭക്ഷണം കഴിച്ചാൽ ദഹനം നടക്കാത്ത പോലെ തന്നെ രോഗം മാറണ്ട അല്ലെങ്കിൽ പനി മാറണ്ട അവസ്ഥ നടക്കൂല. അത് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകും. എന്നാൽ ചില ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും, എന്ത് വന്നാലും കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു നടന്ന ആളുകൾക്ക് ഒരു കുഴപ്പമില്ല, അല്ലേ?
ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. യാഥാർത്ഥ്യമാണ്. അത് മൈൻഡ് സെറ്റും ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമ്മളൊരു കാര്യത്തിനെ ഭീതിയോടെ കാണുന്നതും നമ്മളൊരു കാര്യത്തിനെ ധൈര്യത്തോടെ നേരിടാൻ ശ്രമിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഈ ഒരു പനിയെ നമ്മള് ട്രീറ്റ് ചെയ്യുന്ന രീതി എപ്പോഴും മെഡിസിൻ എടുത്തുകൊണ്ടാവുമ്പോഴാണ് ആ ഇമ്മ്യൂണിറ്റി പവർ കുറയുന്നത്. മെഡിസിൻ എടുത്തവർക്കാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പനികളും ജലദോഷവും വരുന്നത് കാണുന്നത്. പേര് തന്നെ ആന്റിബയോട്ടിക്, പ്രതിരോധത്തിനെതിരെ. ശരിക്കും പ്രതിരോധം വെച്ചിട്ടാണ് ശരീരം രോഗസുഖപ്പെടുത്തുന്നത്. ശരിയാണ്, അത് നമ്മളിപ്പോ പഠിച്ചു, അത് നമുക്കറിയാം. അത് ശരിക്കും ആ പ്രതിരോധ ശേഷി എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നാണ് നമ്മളുടെ ട്രീറ്റ്മെന്റ് അങ്ങനെയാണ്. പക്ഷെ ഇത് ട്രീറ്റ്മെന്റും വേണ്ട എന്നാണ് നമ്മുടെ അഭിപ്രായം. അതെ, ശരിക്കും പ്രതിരോധത്തിന് എതിരായിട്ടൊന്നും ചെയ്യാതിരിക്കുക, രോഗം സുഖപ്പെടുന്ന അവസ്ഥക്ക് എതിരായിട്ടൊന്നും ചെയ്യാതിരിക്കുക. ഇങ്ങനെ ചെയ്താൽ തന്നെ അസുഖം മാറുന്നുണ്ട്. അത് റിപ്പീറ്റഡ് ആയിട്ട് ഈ വരുന്ന പ്രശ്നങ്ങൾ വരുകയില്ല, ഈ പനി ജലദോഷങ്ങളും. അത് നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും വേസ്റ്റോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സംഭവിക്കുള്ളൂ. ഈവൻ നമ്മൾ ചെറുപ്പകാലങ്ങളിൽ കുട്ടികൾക്ക് പനി വരുന്നത് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. വേറൊരാളുടെ പനി എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ സ്കൂളിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് ആഗ്രഹിച്ച് അത് അങ്ങനെ സംഭവിക്കണമെങ്കിൽ പോലും വേറൊരാള് അതിന് റെഡിയാണെങ്കിൽ, ബോഡി റെഡി ആണെങ്കിൽ മാത്രമേ ആ പനി സ്വീകരിക്കുകയുള്ളൂ. ഞാൻ എത്രയൊക്കെ ട്രൈ ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല പനി. അപ്പം ഇത് സംഭവിക്കണമെങ്കിൽ ആ വീട്ടിലുള്ള എല്ലാവരും ഒരേ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അവരെല്ലാവർക്കും പനി വരും. അങ്ങനെ സാധ്യതയുണ്ട്. പക്ഷെ അതൊരു പകർച്ചവ്യാധിയാണെന്നുള്ള രൂപത്തിൽ പറയുന്നത്. പക്ഷെ പലപ്പോഴും വീട്ടിലെല്ലാവർക്കും വരുമ്പോ അവിടെ 1-2 ആളുകൾക്ക് വരാതിരിക്കുന്നതൊക്കെ കാണാൻ സാധിക്കും, ഇല്ലേ? ഈ കൊറോണ സമയത്ത് തന്നെ മലപ്പുറം ഭാഗത്തൊക്കെ കുടുംബക്കാർ പോലും നോക്കാനില്ല കൊറോണ വന്ന ആൾക്കാരെ പേടിച്ചിട്ട്. ഇവിടെ പല യുവാക്കളും അവരെ നോക്കാൻ തയ്യാറായി. പേടിയൊന്നുമില്ല, പിന്നെ മാസ്ക് പോലും ഇടുന്നില്ല. അങ്ങനെ രോഗികളെ പരിചരിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു ആ സമയത്ത്. അവർക്കൊന്നും പ്രശ്നമില്ല. പ്രശ്നം വരാണെങ്കിൽ ഇവർക്കല്ല ആദ്യം വരണ്ടേ. എന്നാൽ പേടിച്ച് വീട്ടിലിരുന്ന് സാനിറ്റൈസറും മറ്റൊക്കെ യൂസ് ചെയ്ത് വളരെ ശ്രദ്ധയോടുകൂടി ഇരുന്ന ആളുകൾക്ക് കൊറോണ ഒന്നും മരിക്കുന്ന അവസ്ഥകൾ വരെ ഉണ്ടായിട്ടുണ്ട്. ആ പേടിച്ചവര് തന്നെയാണ് വാക്സിൻ എടുത്തിട്ടുണ്ടാവുള്ളൂ. അതെ അതെ, വാക്സിൻ എടുക്കാത്തവർക്ക് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളും ഇല്ല. ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വാക്സിനേഷൻ എടുത്തതിന് ശേഷം അവരുടെ ബോഡിക്ക് വന്നിട്ടുള്ള ചേഞ്ചസ് നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്. ഇന്ന ബുദ്ധിമുട്ടുകളുണ്ട്, കിതപ്പ്, പല പെയിനുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾക്ക് അറിയാം, വളരെ വ്യക്തമായിട്ട് അറിയാം ഇത് ഇന്നതിന്റെ സൈഡ് എഫക്റ്റ് ആണെന്നും. ഇവര് തരുന്ന മെഡിസിൻ തരുന്ന ഡോക്ടേഴ്സ് തന്നെ പറയുന്നത് ഇത് കണ്ടിന്യൂ ചെയ്യില്ല, ഇത്ര കാലത്തിനിടയിൽ നിർത്തിക്കോ എന്ന് പറയുന്നത് എന്തുകൊണ്ട് അവർക്ക് വളരെ വ്യക്തമാണ് ഇതിന് സൈഡ് എഫക്റ്റ് ഉണ്ടാവുന്നത്. ശരിക്കും പറഞ്ഞാല് അക്യുപഞ്ചർ ട്രീറ്റ്മെന്റ് നമ്മൾ എടുക്കുന്നോണ്ടാണ് നമുക്ക് ബുദ്ധിമുട്ടില്ലാത്തത്. ആദ്യം നമ്മള് ഒരു വാക്സിൻ ഒക്കെ എടുത്തിട്ടുണ്ടാവും ആളുകൾ എന്തായാലും. ഞാനൊരു വാക്സിൻ എടുത്തു. അതെ, ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് അതിന്റെ യാതൊരു ബുദ്ധിമുട്ടില്ല. കാരണം നമ്മൾ പ്രതിരോധ ശേഷിക്കെതിരായി ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. നമ്മളെ ലൈഫ് സ്റ്റൈൽ പോലെ അങ്ങനെയാണ്. അപ്പോ സാധാരണഗതിയിൽ എന്ത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും എന്ത് വേസ്റ്റ് ശരീരത്തിലുണ്ടെങ്കിലും അത് പുറന്തള്ളുകയും പ്രതിരോധ ശേഷി 10 മടങ്ങ് വർദ്ധിക്കുകയാണ് ചെയ്യുക. അതെ, അതാണ് നമ്മളുടെ ട്രീറ്റ്മെന്റ് ഒരു പ്രത്യേകത. അതെ, ഈവൻ ഈ അക്യുപങ്ചർ ട്രീറ്റ്മെന്റ് പോലും എടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിന്റെ സൃഷ്ടിയുടെ ഒരു പ്രത്യേകത. അത് നമ്മുടെ തന്നെ ബോഡിക്ക് ഇമ്മ്യൂണിറ്റി പവർ ഓരോ ആവശ്യത്തിന് അല്ലെങ്കിൽ ഓരോ രോഗത്തിന് വേണ്ട ഇമ്മ്യൂണിറ്റി പവർ ഓരോ വ്യക്തിക്കും ഉണ്ടാവും. അതിനുള്ളത് നമ്മുടെ ബോഡിയിലോട്ടുള്ള പ്രശ്നങ്ങൾ വരുള്ളൂ. അതെ, എല്ലാവരും രോഗഭയം മാറ്റിവെച്ച് കൃത്യമായ തിരിച്ചറിവ് നേടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് നമ്മുടെ ആരുടെയും നേട്ടത്തിന് വേണ്ടിയിട്ടല്ല, സ്വന്തം ആരോഗ്യത്തിന്, സ്വന്തം കുടുംബത്തിന്റെ, സമൂഹത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്, അല്ലേ? ആ തിരിച്ചറിവ് നമുക്കൊരുപാട് ഉപകാരം ചെയ്യും. മരണത്തിൽ നിന്ന് വരെ രക്ഷപ്പെടുത്തും. പല ഇഞ്ചക്ഷൻ എടുത്തിട്ടും മറ്റൊക്കെ രോഗപ്രതിരോധ ശേഷിക്കെതിരായി പ്രവർത്തിച്ചുകൊണ്ട് ഒരുപാട് മരണപ്പെട്ട കേസുകൾ ഈ അടുത്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ നിപ്പ ഒന്ന് മരിച്ചു എന്ന് പറഞ്ഞ കുട്ടി അവരെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ചെറിയ രീതിയിൽ പനിയായിരുന്നു എന്നാ പറഞ്ഞത്. അതവിടെ ചെന്ന് അഡ്മിറ്റ് ചെയ്ത് അവര് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ പ്രശ്നം വഷളായി തുടങ്ങിയത്. കാരണം കുട്ടിക്ക് മസ്തിഷ്ക ജ്വരമായിരുന്നു ആദ്യം, പിന്നീട് ആ കുട്ടിക്ക് പലതരം പ്രശ്നങ്ങൾ കാണിച്ചു, ഹാർട്ട് അറ്റാക്കിലാണ് പോയി അവസാനിച്ചത്. നിപ്പ ഉണ്ടോന്ന് ഇപ്പോഴും സ്ഥിരീകരിച്ചോന്ന് എനിക്കറിയില്ല. കുട്ടിക്ക് ഉണ്ടായിരുന്നു. ശരിക്കും ഇവിടെ പഠിച്ചു കഴിഞ്ഞാല് ഈ ഉപയോഗിച്ച മരുന്നിന്റെ പാർശ്വഫലം കൊണ്ടാണ് മരിച്ചിട്ടുണ്ടാവും. കാരണം പലതരം മരുന്നുകൾ ആ കുട്ടിയിൽ ട്രൈ ചെയ്തു. ആ ഇഞ്ചക്ഷൻ ചെയ്തതോടുകൂടി അബോധാവസ്ഥയിലായി എന്നാണ് കുടുംബക്കാർ പറയുന്നത്. കാരണം നടന്ന് വളരെ ഉഷാറോടുകൂടി ഹോസ്പിറ്റലിലേക്ക് വന്ന കുട്ടിയാണ് ഇഞ്ചക്ഷൻ ചെയ്തതോടുകൂടി അബോധാവസ്ഥയിലായി. ഇതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് ഒരു സ്ത്രീയുടെ അവസ്ഥ, ഈ മൂത്രക്കല്ലിന് കിഡ്നി സ്റ്റോണിന് വേണ്ടിട്ട് എന്ത് ചെയ്തു, ഇഞ്ചക്ഷൻ ചെയ്തതോടുകൂടി അബോധാവസ്ഥയിലായി.
ഇവിടൊക്കെ തന്നെ ശരീരം സുഖപ്പെടുത്തുന്നുണ്ട്. അതിനെതിരായി പ്രതിരോധ ശേഷിക്ക് എതിരായിട്ടാണ് ഈ രൂപത്തിലുള്ള വിഷങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് ശരീരത്തിൽ. അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. യഥാർത്ഥത്തിൽ ഈ പഠനങ്ങൾ പുറത്തു വരൂല. അതെ, അത് ആളുകൾക്ക് അവർക്ക് ബുദ്ധിമുട്ടാണല്ലോ, അല്ലേ? പക്ഷെ കൃത്യമായി തിരിച്ചറിവുള്ള, ചിന്തിക്കുന്ന, ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും, മനസ്സിലാക്കാം. എല്ലാവർക്കും ഈ തിരിച്ചറിവ് കിട്ടട്ടെ എന്നാണ് എന്റെ ആഗ്രഹം, അല്ലേ? അതെ, എല്ലാവർക്കും സർവ ആയുരാരോഗ്യ സൗഖ്യവും മനസ്സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.